കാരണം മരിച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ ഇവിടെ വരെ എത്തി. ഇത്രയും ദിവസം ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ മെഷീൻ ഡിസ്കണക്ട് ആവാതെ പേടിച്ചാണ് ഉറങ്ങണം ഓരോ ദിവസവും. ഇന്നലെ ഞാൻ മാക്സിമം ധൈര്യം സംഭരിച്ചാണ് ഈ പിക്ചേഴ്സ് മുഴുവൻ ഞാൻ കണ്ടത്. ബൾജ് ചെയ്ത് പസ്സും ബ്ലഡൊക്കെ വന്നു തുടങ്ങി. ഇതിലെല്ലാം കുറേ മുഴകൾ പോലെ വരികയും അതൊരു മജന്ത കളറായിട്ട് മാറി ഫുള്ള് കണ്ടാൽ പേടിയാവുന്ന രൂപത്തിലേക്കായി. പക്ഷേ പ്ലാസ്റ്റിക് സർജൻ പറഞ്ഞു ഈ കണ്ടീഷനിലുള്ള ഒരു പേഷ്യൻറ്റിനെ മെഡിക്കൽ എത്തിക്സിനനുസരിച്ച് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത്ര ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട്. നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി, അതായത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയാണ് എൻ്റെ തലയിലുണ്ടായിരുന്നത്. സ്കള്ള് വരെയുള്ള എല്ലാ പോർഷൻസും ബാക്ടീരിയ തിന്നിട്ട് സ്കള്ളും ബോണൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. എത്രയും നാളെ ഞാനൊരു ട്രോമ പോലെയായിരുന്നു. എനിക്ക് ഈ സംഭവം ആലോചിക്കുമ്പോഴേ എനിക്ക് ടെൻഷനും കരച്ചിലായിരുന്നു. കാരണം മരിച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ ഇവിടെ വരെ എത്തി. ഇത്രയും ദിവസം ഉറങ്ങിയിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ ടോട്ടൽ 13 സർജറികൾ കഴിഞ്ഞു. ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞാൽ ആരാ കരയാത്ത? സ്കിൻ ആൻഡ് ഹെയർ എന്ന സ്ഥാപനത്തിന് മുന്നിലാണ്. ഈ സ്ഥാപനത്തിൽ സനൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരുന്നു. അതിനുശേഷം മരണത്തിൻ്റെ വക്കിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ നെറ്റിയിൽ കുറച്ച് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറി ബട്ടൺ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അവർ നിരന്തരം കോൺടാക്ട് ചെയ്യുകയും അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഒരു ട്രസ്റ്റ് അവർ ഉണ്ടാക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ച് സെപ്റ്റംബറിൽ അവർക്കൊരു അഡ്വാൻസ് എമൗണ്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം അവർ പല ഡേറ്റുകളും തന്നിരുന്നു. ബട്ട് എനിക്ക് ആ ഡേറ്റിലൊന്നും പോയി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അവർ ഫെബ്രുവരിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്കിത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല, കാരണം സാറ് സെപ്റ്റംബറിൽ വന്ന കേസല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കമ്പൽ ചെയ്തപ്പോൾ ഞാൻ ഫെബ്രുവരി ഡേറ്റ് ചോദിച്ച ഒരു 26-27 ഡേറ്റ് തന്നു. അപ്പോൾ ഈ 26-27 പോയിട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. 54,000 രൂപയോളം ചിലവാക്കി മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തലയിലെ പഴുപ്പ് കയറി ഇൻഫെക്ഷൻ ബാധിച്ച് തലയോട്ടി പുറത്തു വന്ന് തലയിലെ മാംസങ്ങൾ വരെ ബാക്ടീരിയ തിന്ന് നശിപ്പിച്ച അത്യപൂർവമായ വിഷമിപ്പിക്കുന്ന ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സൗന്ദര്യമൊക്കെ ജീവിക്കുന്നതിന് വേണ്ടി വേണം, പക്ഷെ നമ്മൾ ഓവറായിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നീട് അതിലുണ്ടാകുന്ന ഒരുപാട് ദോഷഫലങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പോൾ ഈ സനൽ എന്ന വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ക്ലിനിക്കിൽ നിന്ന് വരുന്ന ഫോൺ കോള്, അവർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റിവ്യൂ ഒക്കെ അനുസരിച്ച് നമ്മളവിടെ പോയി അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങളൊന്നും വളരെയധികം ചിന്തിക്കാതെ പോയി തല വെച്ച് കൊടുക്കുന്ന എന്ന് പറയും. തല തന്നെയാണ് വെച്ച് കൊടുത്തത് സനൽ. വെച്ച് കൊടുത്തതിന് ശേഷം കൃത്യമായ ഡോക്ടർമാരോ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സംഭവത്തിൽ പോയിട്ടാണ് മനുഷ്യൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ തല വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിവരം എന്താണെന്ന് വെച്ചാൽ നല്ല ശാസ്ത്രീയമായിട്ടുള്ള നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമുക്കത് വിനയായി തീരും. കാരണം ഇപ്പോൾ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് എല്ലാ മേഖലയിലും. അതിപ്പോൾ മെഡിസിൻ്റെ മേഖലയായാലും അല്ലെങ്കിൽ ഏത് മേഖലയായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരം പരസ്യ പ്രചാരണങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി തലവെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ജീവിതം തന്നെ കഷ്ടപ്പാടിൽ വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുകയാണ് സനൽ. ഫെബ്രുവരി ഡേറ്റ് ചോദിച്ചാൽ 26-27 ഡേറ്റ് തന്നു. അപ്പോൾ ഈ 26-27 പോയിട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 28 എനിക്ക് വലിയ പ്രോബ്ലം വന്നില്ല. ബട്ട് മാർച്ച് 1 ഓൺവേർഡ്സ് എനിക്ക് സിവിയർ പെയിൻ വന്നു. ഈ പെയിൻ വന്നതെല്ലാം ഞാൻ ഇൻഫോം ചെയ്തു. അതിൻ്റെ എല്ലാ പിക്ചേഴ്സും എല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സാർ കുഴപ്പമില്ല, അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഗുഡ് എന്ന് പറഞ്ഞ ഇമോജിയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ആളോട് ഞാൻ വീണ്ടും ആളെ ഇങ്ങനെ എപ്പോഴും ഞാൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് സാർ എനിക്ക് പെയിൻ ഭയങ്കര കൂടുതലാണ്, ഇത് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു, തലയിൽ ഡിസ്കളറേഷനായി, പസ് വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, ഡിസ്ചാർജ് വരുന്നു എന്നൊക്കെ അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആളോട് സാർ ഒരു കാര്യം ചെയ്യൂ, 7-ാം തീയതി ക്ലിനിക്കിൽ ചെന്ന് ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ 7-ാം തീയതി അവിടെ ചെന്ന് ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവർ ഫോട്ടോ എടുത്ത് കൊടുത്ത് ഇയാൾക്ക് അയച്ചിട്ട് അയാളുടെ പെർമിഷനോടെയാണ് ഹെഡ് വാഷ് ചെയ്തത്. അപ്പോൾ ഈ ഹെഡ് വാഷ് ചെയ്യുന്ന ടൈമിലുണ്ടായിരുന്ന പസ്സും ഡിസ്ചാർജിൽ അവരെന്തോ ഒരു ഡിവൈസ് വെച്ചത് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അവർ നല്ല പ്രഷറിൽ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത് ആൾക്ക് അയച്ചു കൊടുത്തു. അവരൊരു ഓയിൽമെൻറ്റ് തന്നു ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ ആ ഏരിയയിൽ ഓയിൽമെൻറ്റ് ഒന്നും അപ്ലൈ ചെയ്യാൻ അവർ പറഞ്ഞില്ല. ജസ്റ്റ് അവർ സലൈൻ വാട്ടർ സ്പ്രേ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ഹാഫ് ആൻ അവർ ഇടവിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ 5-6 ആയപ്പോഴേക്കും വീണ്ടും അത് ബൾജ് ചെയ്ത് പസ്സും ബ്ലഡൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ പിക്ചർ ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു
8-ന് നിങ്ങൾ പോയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. 8-ന് ഞാൻ പോയി ചെയ്തു. വീണ്ടും സെയിം കണ്ടീഷൻ, ഉറങ്ങാൻ പറ്റുന്നില്ല, സിവിയർ പെയിൻ, ഓരോ ദിവസവും വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആളോട് ചോദിക്കുന്നില്ല, സാർ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പൊക്കോട്ടെ, ഇതെന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആളോട് വേണ്ട സാർ നമുക്ക് 10-ാം തീയതി വരുമെന്ന് പറഞ്ഞ് 10-ാം തീയതി ഞാൻ ചെന്നു. 10-ാം തീയതി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണെന്ന് മനസ്സിലായി. 10-ാം തീയതി ആകുമ്പോൾ എൻ്റെ നെറ്റിയിലെല്ലാം കുറേ മുഴകൾ പോലെ വരികയും അതൊരു മജന്ത കളറായിട്ട് മാറി ഫുള്ള് കണ്ടാൽ പേടിയാവുന്ന രൂപത്തിലേക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ അവിടെ പോയി ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ത് തന്നെ ആയാലും, എന്ത് നഷ്ടപരിഹാരം കിട്ടിയാലും ഈ ഇദ്ദേഹത്തിന് സംഭവിച്ചതെല്ലാം സംഭവിച്ചത് തന്നെ. അതിൻ്റെ പിന്നിലുണ്ടായ മാനസിക വിഷമങ്ങൾ, ഇനി ഇതിൽ നിന്ന് റിക്കവറായി വന്നാലും ഭാവിയിൽ ഇദ്ദേഹത്തിന് വലിയ വലിയ ദോഷഫലങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം അത് വളരെയധികം ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. ലൂർദിൽ അവിടെ എൻഡോക്രൈനോളജിസ്റ്റ് നമ്മൾ നവ്യ എന്ന് പറയുന്നൊരു മാമിനെ കണ്ടിരുന്നു. ഈ നവ്യ മാം റെഫർ ചെയ്തിട്ടാണ് ചാക്കോ സിറിയക്ക് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സർജൻ സാറിനെ കണ്ടത്. അപ്പോൾ ആൾ കണ്ടപ്പോൾ തന്നെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചു. അപ്പോൾ ആ ഡേറ്റ് 12-ാം തീയതി ഈ ചെയ്ത ക്ലിനിക്കിലെ ശരത്ത് എന്ന് പറയുന്ന ആൾ വിളിച്ചുകൊണ്ടിരിക്കുക, സാർ അങ്ങോട്ട് വരൂ, ഞങ്ങൾ ആശ്രയിൽ നിന്നൊരു പ്ലാസ്റ്റിക് സർജൻ അറേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവിടുത്തെ ഡോക്ടർ ഇപ്പോൾ ഞാനവിടെ അഡ്മിറ്റാണ്, അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് ഡിസ്ചാർജ് തരില്ല, പ്ലാസ്റ്റിക് സർജൻ ഓക്കെ പറഞ്ഞാൽ ഔട്ട് പാസ് തരാൻ, നിങ്ങൾ പോയി ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ പ്ലാസ്റ്റിക് സർജൻ പറഞ്ഞു ഈ കണ്ടീഷനിലുള്ള ഒരു പേഷ്യൻറ്റിനെ മെഡിക്കൽ എത്തിക്സിനനുസരിച്ച് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത്ര ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ അവിടെ പോയി ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലയിൽ നിന്ന് ബ്ലീഡിങ് വന്നാൽ എങ്ങനെ അവർ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യും? ഒരു ലോക്കൽ ക്ലിനിക്കിന് അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടില്ല. 13-ാം തീയതി രാവിലെ മുതൽ എനിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്തു. ഈ സർജറി സ്റ്റാർട്ട് ചെയ്ത് അവർ അവിടുത്തെ പസും കാര്യങ്ങളും എടുത്ത് കൾച്ചറിന് അയച്ചപ്പോഴാണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി, അതായത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയാണ് എൻ്റെ തലയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ 13-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ തലയിൽ ഫസ്റ്റ് സ്കള്ള് വരെയുള്ള എല്ലാ പോർഷൻസും ബാക്ടീരിയ തിന്നിട്ട് സ്കള്ളും ബോണൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. അതായത് അവിടുത്തെ മാംസം മുഴുവൻ തീർന്ന് അതെനിക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാനത് ഇന്നലെയാണ് കാണുന്നത്. കാരണം അത്രയും നാളെ ഞാനൊരു ട്രോമ പോലെയായിരുന്നു. എനിക്ക് ഈ സംഭവം ആലോചിക്കുമ്പോഴേ എനിക്ക് ടെൻഷനും കരച്ചിലുമായിരുന്നു. കാരണം മരിച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ ഇവിടം വരെ എത്തി. ഇത്രയും ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ മെഷീൻ ഡിസ്കണക്റ്റ് ആവാതെ പേടിച്ചാണ് ഉറങ്ങണം ഓരോ ദിവസവും. ഇന്നലെ ഞാൻ മാക്സിമം ധൈര്യം സംഭരിച്ചാണ് ഈ പിക്ചേഴ്സ് മുഴുവൻ ഞാൻ കണ്ടത്. മാർച്ച് 13 മുതൽ ഏപ്രിൽ 2-ാം തീയതി വരെ 8 സർജറി ചെയ്തു. പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ ടോട്ടൽ 13 സർജറികൾ കഴിഞ്ഞു. താജ് ടേബിൾ പോലെ ഒരു ഹോളുള്ളൊരു ടേബിൾ കമഴ്ന്ന് കിടന്നിട്ടാണ് ഗ്രാഫ്റ്റ് എടുക്കുക. അങ്ങനെ കമഴ്ന്ന് കിടക്കുമ്പോൾ ഞാൻ ഈ ഡോക്ടറുടെ കാല് ആ ഹോളിൽ കൂടെ കണ്ടു. ഈ ഡോക്ടറുടെ 2 കാലിലും സിവിയർ ഇൻഫെക്ഷൻ ആയിരുന്നു. അതായത് വലിയ വൂണ്ടാണ് 2 കാലിലും. അപ്പോൾ ഞാൻ ടെൻഷനായിട്ട് ഞാൻ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു, മാം ഇവിടുത്തെ ഡോക്ടർക്ക് എന്നാൽ സ്കിൻ ഡിസീസ് ഉള്ളതാണെന്ന്. അപ്പോൾ സാറ് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞങ്ങളങ്ങനെ കണ്ട് ചോദിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ബട്ട് എനിക്കത് ടെൻഷനായെന്ന് വെച്ചാൽ ഇത് ഒന്നില്ലെങ്കിൽ ആൾക്ക് സോറിയാസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസോ എക്സിമയോ ആയിരിക്കാമെന്ന് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ട്രാൻസ്പ്ലാന്റേഷന് കിടന്നത്. എങ്കിലും ഞാനത് ഈവനിങ് ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഫ്രാങ്കായിട്ട് ചോദിക്കുന്ന ക്യാരക്ടറിൻ്റെ. അങ്ങനെ ഞാൻ ഈവനിങ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആളുടെ റൂമിൽ ചെന്ന് ചോദിച്ചു, സാർ നിങ്ങൾ ചോദിക്കുന്നൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് എന്താ സ്കിൻ ഡിസീസ് ഉള്ളത്, എക്സിമയാണോ ഡെർമറ്റൈറ്റിസ് ആണോ? സാർ എനിക്ക് ക്രോണിക് എക്സിമയാണെന്ന് പറഞ്ഞു. ഈ ക്രോണിക് എക്സിമയുള്ള പേഷ്യൻസിൻ്റെ ബോഡിയിൽ എപ്പോഴും സ്റ്റാഫിലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കോളനികൾ ക്യാരി ചെയ്യണവരായിരിക്കും, 1-2 ബാക്ടീരിയ അല്ല. അപ്പോൾ ഇങ്ങനെ ഫിസിക്കലി ഫിറ്റല്ലാത്ത ഒരാൾ നമ്മളുടെ തലയിലേക്ക് ഓരോ ഹെയർ ഇഞ്ചെക്ട് ചെയ്ത് മീൻസ് പെൻ വെച്ചിട്ട് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോഴും ഈ ബാക്ടീരിയ നമ്മുടെ ഏരിയയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാലിൽ ചൊറി പിടിച്ച ഡോക്ടർ, കണ്ണ് കാണാത്ത ഡോക്ടർ, ഇവരൊക്കെയാണ് ഈ ക്ലിനിക്ക് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയാതെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനിയുള്ള ഭാവിയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളെല്ലാവരും അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വളർന്നു വരുന്ന ഈ യുവതലമുറ സൗന്ദര്യത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കാണ് കൂടുതലും ഊന്നി പോകുന്നത്. തന്നെ ഇത്രയും ഇതായിട്ട് ഞാൻ പുറം ലോകത്തെ അറിയിക്കാൻ കാരണം, ഇന്നലെ ഞാൻ കാൺപൂരിലൊരു ലേഡി ഡെൻറ്റിസ്റ്റ് 2 എഞ്ചിനീയേഴ്സിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2 പേര് മരിച്ചു ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ എനിക്ക് കോഴിക്കോടുള്ള എൻ്റെ ഒരു
ക്ലൈൻ്റാണ് അവരെനിക്ക് ആ റിപ്പോർട്ട് ഇട്ട് തന്നിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു വെൽനസ് ഫീൽഡിലുള്ളതല്ലേ, അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പുറം ലോകത്ത് അറിയിക്കാതിരിക്കണം? കാരണം ഒത്തിരി യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പിന്നാലെയും സൗന്ദര്യവർദ്ധക പിന്നാലെയും പോകുന്നവരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിത് എൻ്റെ ചെറിയൊരു ഫോൾട്ട് കൊണ്ട് ഇത്രയും വലിയൊരു ട്രാജഡിയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെറിയ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൂടാ? കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യരുതെന്നല്ല, ചെയ്തോളൂ. കാരണം നമ്മൾക്ക് അപ്പിയറൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്തോളൂ. ബട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെല്ലുന്നത് ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള സ്ഥലത്താണോ, ചെയ്യുന്ന ആൾ ലൈസൻസ്ഡ് ആണോ, ആൾ രജിസ്റ്റേർഡ് ഡോക്ടറാണോ, അതും ഡെർമറ്റോളജിസ്റ്റ് ആയാൽ പോരാ, ആൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ സർജൻ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഇനിയെങ്കിലും ആരെങ്കിലും പോയി ചെയ്യാൻ തീരുമാനിച്ചവരുണ്ടെങ്കിൽ ചെയ്യാവൂ എന്നുള്ളൊരു അഡ്വൈസ് കൂടി എനിക്കിപ്പോൾ ഉണ്ട്. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതായത് സൗന്ദര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടിണി കിടന്നിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് മരണപ്പെട്ട ഒരു യുവതിയെക്കുറിച്ചൊരു വീഡിയോ വന്നിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പരസ്യ പ്രചരണങ്ങളിൽ നമ്മൾ വീണുകൊണ്ട് ഇത്തരം അപകടങ്ങളിൽ നമ്മൾ ചെന്നുപെടാതിരിക്കാൻ നമ്മൾ സ്വയം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു നമ്മളെ ജനങ്ങളെ അറിയിക്കുകയും അത് ബോധവാന്മാരാക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോഴും ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെ തിരഞ്ഞെടുത്ത് എന്ത് രോഗത്തിനായാലും അത്തരത്തിലുള്ള തിരഞ്ഞെടുത്ത് കൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.